നമ്മൾ സാധാരണയായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് രാഷ്ട്രീയം പറയുന്ന, സർക്കാരിനെതിരെ പറയുന്ന പോസ്റ്റുകൾ സർക്കാർ നീക്കം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ വാർത്താ അപ്ഡേറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നമുക്കപ്പോൾ വാർത്താ അപ്ഡേറ്റിലേക്ക് കടക്കാം. കേരളത്തിൽ ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം വളരെയധികം ഗൗരവമുള്ളതാണ്. സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെട്ടത് എന്തുകൊണ്ട്? ഇതിന് പിന്നിൽ ആരുടെയെങ്കിലും ഇടപെടലുണ്ടായിരുന്നോ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പോസ്റ്റുകൾ സഹിതമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണ്? ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നതോടെയാണ് വിഷയം രാഷ്ട്രീയ ചർച്ചയിലേക്ക് എത്തിയത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇടപെട്ടിട്ടില്ല എന്ന് വി ഡി സതീശൻ വിശദീകരിച്ചു. പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമായി പറയണം. സർക്കാർ ഇടപെട്ടിട്ടില്ല എന്നൊരു വിശദീകരണം മാത്രം കൊണ്ട് സംശയങ്ങൾ ഇവിടെ അവസാനിക്കുന്നതല്ല. കാരണം ഒരു ജനാധിപത്യ സമൂഹത്തിൽ അധികാരികൾ പറയുന്നത് കേൾക്കുക എന്ന് മാത്രമല്ലല്ലോ നമ്മൾ പൊതുജനങ്ങളുടെ ഉത്തരവാദിത്തം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായി, ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കാണാതെയായി. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ ചോദിക്കും, ആരാണ് പരാതി നൽകിയത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയത്? മെറ്റ എന്ത് കാരണമാണ് പറഞ്ഞത്? ഏതെങ്കിലും സർക്കാർ ഏജൻസി ഇടപെട്ടോ? നിയമപരമായ നിർദ്ദേശമുണ്ടായിരുന്നോ? ഇവയ്ക്കെല്ലാം വ്യക്തമായ ഉത്തരമുണ്ടാകണം. കാരണം സോഷ്യൽ മീഡിയ ഇന്ന് വെറും ഒരു വിനോദ മാധ്യമമല്ല. ഒരു സാധാരണക്കാരൻ സർക്കാരിനെ വിമർശിക്കാനും തൻ്റെ അഭിപ്രായം പറയാനും വാർത്ത പങ്കുവയ്ക്കാനും കഴിയുന്ന ഏറ്റവും വലിയ പൊതുവേദികളിലൊന്നാണ് സോഷ്യൽ മീഡിയ. അതിനാൽ ഒരു രാഷ്ട്രീയ വിമർശനവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം അപ്രത്യക്ഷമാകുമ്പോൾ അതിൻ്റെ പിന്നിലെ കാരണം സുതാര്യമായി പുറത്തു വരേണ്ടത് ജനങ്ങളുടെ അവകാശമാണ്. ഇവിടെയാണ് സർക്കാരിനോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് മാത്രം പോരാ. സംശയങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുന്ന രേഖകളും വിശദീകരണങ്ങളും ഉണ്ടെങ്കിൽ അവ പുറത്തുവിടണം. കാരണം ജനാധിപത്യത്തിൽ അധികാരത്തിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് ട്രാൻസ്പെറൻസി. അതേസമയം സർക്കാരിനെ വിമർശിക്കുമ്പോഴും മറ്റൊരു കാര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. തെളിവില്ലാതെ സർക്കാർ തന്നെയാണ് പോസ്റ്റ് നീക്കം ചെയ്തത് എന്ന് പ്രഖ്യാപിക്കുന്നതും ശരിയല്ലല്ലോ. കാരണം മെറ്റയ്ക്ക് സ്വന്തം കണ്ടൻറ് മോഡറേഷൻ സംവിധാനങ്ങളുണ്ട്. ഒരു പോസ്റ്റ് അവരുടെ നയങ്ങൾ ലംഘിച്ചാൽ അവർക്കത് നീക്കം ചെയ്യാം. നിയമപരമായ നടപടികളോ പരാതികളോ കോടതി ഉത്തരവുകളോ ഉണ്ടായാലും നടപടികളുണ്ടാകാം. അതിനാൽ പോസ്റ്റ് നീക്കം ചെയ്തു എന്ന വസ്തുതയും സർക്കാർ അത് നീക്കം ചെയ്യിച്ചു എന്ന ആരോപണവും രണ്ടാണ്. പക്ഷേ അതുകൊണ്ട് സർക്കാർ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യരുത്. ജനങ്ങൾക്ക് അറിയേണ്ടത് വളരെ ലളിതമായ കാര്യങ്ങളാണ്. എന്താണ് സംഭവിച്ചത്? ആരാണ് നടപടി ആവശ്യപ്പെട്ടത്? എന്താണ് കാരണം? ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി? ഇവയ്ക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിയുമെങ്കിൽ വിവാദത്തിൻ്റെ വലിയൊരു ഭാഗം അവിടെ തന്നെ അവസാനിക്കും. പക്ഷേ മറുപടിക്ക് പകരം രാഷ്ട്രീയ വിശദീകരണങ്ങൾ മാത്രം വരികയും ആരോപണങ്ങൾ പരസ്പരം തള്ളിക്കളയുകയും ചെയ്താൽ സംശയം കൂടുതൽ ശക്തമാകും. ഇതാണ് അധികാരികൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഒരു പോസ്റ്റ്, നാളെ ഒരു വീഡിയോ, മറ്റന്നാൾ ഒരു വാർത്ത, അങ്ങനെ അഭിപ്രായ പ്രകടനത്തിനുള്ള ഇടം പതുക്കെ ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത്. സർക്കാരിനെ വിമർശിക്കുന്നത് കുറ്റമല്ല, സർക്കാരിനെ ചോദ്യം ചെയ്യുന്നതും കുറ്റമല്ല. ജനാധിപത്യത്തിൽ അധികാരത്തിലിരിക്കുന്നവർക്ക് ഏറ്റവും അസൗകര്യമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പലപ്പോഴും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ചോദ്യങ്ങൾ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന രാഷ്ട്രീയ തർക്കത്തിനപ്പുറം ഒരു കാര്യവും പ്രധാനപ്പെട്ടതാണ്. സോഷ്യൽ മീഡിയ ഉള്ളടക്കം നീക്കം ചെയ്യുന്നതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് സുതാര്യമായി പുറത്തു വരണം. സർക്കാർ ഇടപെട്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ തെളിവുകൾ പുറത്തുവരട്ടെ. മെറ്റ സ്വന്തം നയപ്രകാരമാണ് നടപടിയെടുത്തതെങ്കിൽ അതിൻ്റെ കാരണം മെറ്റയും വ്യക്തമാക്കണം. മറ്റാരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അതും വ്യക്തമാകണം. കാരണം ജനാധിപത്യത്തിൽ അധികാരികൾക്ക് വിമർശനം ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ വിമർശനം കേൾക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് അധികാരികൾക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അവസാനം ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, ഒരു പോസ്റ്റ് നീക്കം ചെയ്യപ്പെട്ടോ എന്നതല്ല പ്രധാനപ്പെട്ടത്. അത് എന്തുകൊണ്ട് നീക്കം ചെയ്യപ്പെട്ടു എന്ന സത്യം ജനങ്ങൾക്ക് അറിയാമോ എന്നതാണ് പ്രധാനപ്പെട്ടത്. ആ സത്യം പുറത്തു വരുന്നതുവരെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തുടരുക തന്നെ ചെയ്യും. നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.